ഹലോ നമസ്കാരം, ഞാൻ ശ്രീദേവി. എല്ലാവരും സുഖമായിട്ടിരിക്കാന്നിരിക്കണം. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ US വീഡിയോസിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു എപ്പിസോഡാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ബാഗ് എല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്, നമുക്ക് തിരിച്ച് പോവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പെട്ടിയെല്ലാം തലേ ദിവസം തന്നെ പാക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും റെഡി ആവുകയാണ്. എല്ലാവരും ഡ്രസ്സ് കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം ഈ എന്താണ് പറയുന്നത്, ബ്ലൂ പർപ്പിൾ ഒരു കളറിൻ്റെ, നേവി ബ്ലൂ എന്നോ അങ്ങനെ ഏത് കളർ വേണമെങ്കിലും പറയാം, ആ ഒരു കളറിൻ്റെ ഡ്രസ്സും സെയിം പാറ്റേണുള്ള ബോയ്സ് എല്ലാം ഗ്രീൻ കളർ ഡ്രസ്സുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഡ്രസ്സ് കേട്ടോ. അപ്പം നമ്മുടെ പെട്ടിയും കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നേരെ എയർപോർട്ടിലേക്കല്ല കേട്ടോ. നമ്മുടെ യാത്ര എന്ന് പറയുന്നത് അടുത്ത ദിവസമാണ്. അതായത് നമ്മൾ ഈ വീഡിയോ കണ്ടതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ എവിടെ പോകുന്നതെന്നൊക്കെ നമുക്ക് പറയാം. പോകുന്ന വഴിയിൽ കടയിൽ കയറിയിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ ചിക്കൻ ആണെങ്കിലും പോർക്ക് റിബ്സ്, ബീഫ് സ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോയിട്ട് മേടിച്ച് വണ്ടി കയറ്റിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ പോകുന്നത് ഇപ്പോൾ ട്രീ ഹൗസിലേക്കാണ്. നമുക്ക് ആക്ച്വലി നമ്മുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു ഓസ്റ്റിനിലാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 5 hours ഒക്കെ ജേർണിയുണ്ട്. 5.5 hours യാത്രയുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ എഴുന്നേറ്റ് പിറ്റേ ദിവസം ഉച്ചയ്ക്കായിരുന്നു ഫ്ലൈറ്റ് നമുക്ക്. അപ്പോൾ ആ ഫ്ലൈറ്റിന് പോകണമെങ്കിൽ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് പുറപ്പെടണം. അപ്പോൾ ചേട്ടൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, നമുക്ക് തലേ ദിവസം പുറപ്പെട്ട് ഒരു ഹാഫ് വേ, ഇത് സാൻ ആന്റോണിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ്, സാൻ ആന്റോണിയോ ട്രീ ഹൗസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു 3 hours ജേർണി ഉള്ളൂ. അപ്പോൾ 3 hours വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിറ്റേ ദിവസം ഇവിടുന്ന് റിലാക്സ് ആയിട്ട് രാവിലെ ചെക്കൗട്ട് ചെയ്ത് പോയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 hours നമുക്ക് എയർപോർട്ടിലെത്തും. അപ്പോൾ വലിയ ലോങ് ജേർണി അങ്ങനെ ഒഴിവാക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇതും ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ട്രീ ഹൗസ് ഇതുവരെ ഞങ്ങൾ ആരും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്കതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ട്രീ ഹൗസിൻ്റെ മുന്നിൽ തന്നെ ഇങ്ങനെ നെറ്റിൻ്റെ ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും അതിൽ ട്രൈ ചെയ്തു. പിന്നെ കുറേ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പിള്ളേരിങ്ങനെ ഓടിച്ചെന്ന് നോക്കലാണ് എന്തൊക്കെയുള്ളതെന്നൊക്കെ, ഇങ്ങനെ വെറുതെ ആ ഭാഗത്തൊക്കെ പോയി ഒന്ന് നോക്കി വന്നു. നമ്മളൊന്ന് സെറ്റായി റൂമിലും എല്ലാം. നമ്മൾ എന്തോ ഭാഗ്യത്തിന് നമുക്ക് 2 എണ്ണം അടുപ്പിച്ച് കിട്ടി. അത് കാരണം വലിയ ദൂരെ ട്രീ ഹൗസ് ഉണ്ടല്ലോ, അപ്പുറവും ഇപ്പുറവും ഒക്കെ ആയിട്ട് മാറി മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അസസ് ചെയ്യാൻ ഇച്ചിരി പാടാണല്ലോ. ഇത് രണ്ടും ഒരുമിച്ചാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ റൂമും കാര്യങ്ങളൊക്കെ പിള്ളേരാണ് പോയി റൂം നോക്കി എടുക്കുന്നത്. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്തെ സൈഡിൽ തന്നെ ടോയ്ലറ്റ് ആണുള്ളത്. ടോയ്ലറ്റ് ഞാൻ പറയുന്നത്, ടോയ്ലറ്റിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കട്ടനൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല സീനറി ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് ടോയ്ലറ്റ് ഇപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നേരെ വന്ന് ഇതുപോലെ 2 ബെഡ് ഇട്ടുണ്ട് കേട്ടോ. 2 ബെഡും പിന്നെ ഫ്രണ്ടിൽ TVയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ടേബിളും, ഫുഡ് കഴിക്കാനുള്ള ഒരു ടൈപ്പിന് ടേബിളും, പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ പോലെ കോഫി മെഷീൻ ആയിക്കോട്ടെ, കെറ്റില്, ടോസ്റ്റ് ചെയ്യാനുള്ള ഇത്, അങ്ങനത്തെ ഓവൻ, ഫ്രിഡ്ജ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം ഒരു ചെറിയ ബാൽക്കണിയും കൂടി ഉണ്ടായിരുന്നു. ബാൽക്കണിയിലും അത്യാവശ്യം കുറച്ച് എന്താ പറയുക, ബെഞ്ചും കസേരകളും എല്ലാം ഇട്ടിട്ട് നല്ലൊരു സ്ഥലമായിരുന്നു. അവിടെ നിന്ന് കാണുമ്പോൾ നമുക്ക് പുറത്തെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ ആ ഒരു ഭാഗമാണ് കാണുന്നത്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു കുട്ടി ഹട്ട് പോലെയുള്ള സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ ഇങ്ങനെ ഈ പറഞ്ഞ ഈ ബാൽക്കണിയിൽ ഇരുന്ന് അങ്ങനെ എൻജോയ്മെന്റ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ഒന്നും അതിനുള്ള സമയം നമുക്ക് ഉണ്ടായിരുന്നില്ല. നമ്മളിത് എത്തിയപ്പോൾ തന്നെ ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉച്ചയോട് തിരിഞ്ഞാണ് നമ്മൾ അവിടെ എത്തുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് ഓൺലൈൻ ചെക്കിനും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. കാരണം 24 hours മുന്നേ ആണല്ലോ ഓൺലൈൻ ചെക്കിങ് സ്റ്റാർട്ട് ആവുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളിലേക്ക് പിള്ളേർ കിടക്കുന്നത്. എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ സ്വിം സ്യൂട്ട് അങ്ങനെ ഇടിപ്പിച്ചു. ഇല്ലെങ്കിൽ പിന്നെ ആ ഡ്രസ്സെല്ലാം നനഞ്ഞ് കൊണ്ടുപോകാനും ഭയങ്കര പാടല്ലേ, നമ്മൾ പിറ്റേ ദിവസം പോകുന്നുണ്ട്. അപ്പോൾ സ്വിമ്മിങ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവരിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതെല്ലാം മിക്കതും ശ്രേയയുടെയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം അങ്ങനെ നനഞ്ഞത് അവർക്ക് കൊണ്ടുപോകാനായിട്ട് എളുപ്പമാണല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസിൻ്റെ കാര്യങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ കുട്ടി കുട്ടി എന്താ പറയുക, റൈഡ് പോലത്തെ ബോട്ടോ എന്തായാലും പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിൽ നമ്മൾ എല്ലാവരും ഇങ്ങനെ സ്പെൻഡ് ചെയ്യായിരുന്നു. ഇങ്ങനെ ഒരു റൗണ്ട് ഇങ്ങനെ ഫുള്ളിങ്ങനെ പോയി വന്നു കേട്ടോ. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ഞാനും ചേച്ചിയും മമ്മിയും പോയില്ല, ബാക്കി എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. കാരണം വെള്ളമൊക്കെ നന്നായിട്ട് ആവുകയൊക്കെ ചെയ്തായിരുന്നേ. അപ്പോൾ ഇതുപോലൊരു ഷീറ്റ് ഉണ്ടായിരുന്നു, അതിനകത്തേക്ക് എല്ലാവരും ജമ്പ് ചെയ്ത് ഇങ്ങനെ കയറുമായിരുന്നു. പിള്ളേർക്ക് എന്താ വെള്ളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. അവർക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇതുപോലെ അടുത്ത് ആരോണും ചാടി ഒരു വിധത്തിൽ അങ്ങനെ എത്തിച്ചു. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ നേരെയായിട്ടുള്ള വീഡിയോസ് എടുത്തതിന് ശേഷം സ്ലോ മോഷനും കൂടിയായിരുന്നു. അപ്പോൾ 2 സൈഡിൽ നിന്നാണ് 2 ആംഗിളായിട്ടാണ് അത് ഇറങ്ങി കിട്ടണം കേട്ടോ. സ്ലോ മോഷൻ വീഡിയോസും അങ്ങനെയൊക്കെ എടുത്ത് ഇതെല്ലാം എന്താ പറയുക, നമ്മളിങ്ങനെ എടുക്കുമ്പം ഓരോ മെമ്മറീസ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. അപ്പോൾ അടുത്ത ചേട്ടനും കൂടി അതിനകത്തേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ കണ്ടോ, ഞാൻ എടുക്കുന്ന ഇപ്പുറത്തുനിന്നാണെങ്കിൽ ഇപ്പോഴത്തെ ശ്രേയ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരെണ്ണത്തിൽ ഇങ്ങനെ പതുക്കെ ഫ്ലോട്ട് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടൻ ചാടീൻ്റെ സ്ലോ മോഷനാണ് അപ്പുറത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി നമുക്കൊന്ന് കാണാം. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ നമുക്ക് എന്നും ഇങ്ങനെ എത്ര വർഷം കഴിഞ്ഞാലും എത്ര കാലം കഴിഞ്ഞാലും നമുക്കിതൊക്കെ ഇങ്ങനെ മെമ്മറീസ് ആയിട്ട് സൂക്ഷിച്ച് വെക്കാനും. ഇപ്പോൾ യൂട്യൂബ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക്
ഹോപ്പ്ഫുള്ളി ഈ പറഞ്ഞ പോലെ യൂട്യൂബ് ഒന്നും നിർത്തി പോവില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നമുക്കൊരു ഇതിങ്ങനെ എത്ര നാൾ കഴിഞ്ഞാലും കാണാം, പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞാലും അവർക്കൊക്കെ കാണാം. ഒരു ഒരു നല്ലൊരു ഒരു നല്ല പ്ലാറ്റ്ഫോം ആയിട്ടാട്ടോ എനിക്ക് യൂട്യൂബ് തോന്നുന്നത്. നമ്മൾ മെമ്മറീസ് എല്ലാം നമുക്കിങ്ങനെ സേവ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോം ആയിട്ട്. പിന്നെ വാട്ടർ ആക്ടിവിറ്റീസും കാര്യങ്ങളും കഴിഞ്ഞ് ഇവരെല്ലാം കയറി, പിള്ളേർ കയറിയിട്ടുണ്ടായിരുന്നില്ല. പിള്ളേർ ഇപ്പോഴും കുറേ നേരമൊക്കെ വെള്ളത്തിലൊക്കെ ആയിട്ട് നടക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ബാർബിക്യൂവിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം കൊണ്ട് പപ്പയായിരുന്നു മെയിൻ ആയിട്ടുള്ള ആള്. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യായിരുന്നു, ഒരു ഫുഡ് കഴിപ്പിക്കാനുള്ള കാര്യങ്ങളും എല്ലാം അങ്ങനെ സെറ്റ് ചെയ്യലും കാര്യങ്ങളും കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ടൈം കൊണ്ട് പിള്ളേർ പോയിട്ട് എന്നോടും ശ്രേയം ഡുങ്ങുടും കുറേ നേരം വെള്ളത്തിലായിരുന്നു. സച്ചു അതെല്ലാം കഴിഞ്ഞ് വന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവൾ വന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്ത് ഞാൻ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ചൂടോടുകൂടി ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുക്കുമ്പോൾ എടുത്ത് കഴിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എല്ലാവരും ഇങ്ങനെ അപ്പോഴേക്കും ഇങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിള്ളേരാണെങ്കിലും എല്ലാവരും വന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാനുള്ള പരിപാടികളും അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇരുട്ടാവുന്നത് പതുക്കെയായിരുന്നു കേട്ടോ ആ സമയത്ത്. ഇപ്പോൾ ഏകദേശം എനിക്ക് 6-7 മണി നേരം തന്നെയായിരുന്നുണ്ട്. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കാണ് നമുക്ക് സൺസെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ പറഞ്ഞ പോലെ മെമ്മറീസ് ഒക്കെ പതുക്കെ പതുക്കെ ഫെയ്ഡ് ആയി വരുന്നു. കാരണം ഇത് എടുത്തിരിക്കുന്നത് ഓഗസ്റ്റിലുള്ളതാണല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു അവിടെയൊക്കെ നേരത്തെ ഇരുട്ടാവുന്നൊരു സമയമായി, ആ ഒരു സീസൺ ആയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് പിള്ളേരൊക്കെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ ചൂടോട് കൂടി ഓരോന്നൊക്കെ കഴിച്ച് എല്ലാം അവരുടെ വയറൊക്കെ ഒന്ന് ഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഡ്രസ്സ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു കാണുമായിരിക്കും അല്ലേ. എല്ലാവർക്കും ഒരു ഫാമിലി എന്താ പറയുക വെക്കേഷന് വേണ്ടിയിട്ടുള്ള ഇത് എനിക്ക് തോന്നുന്നു ഇത് ഡിസൈൻ ചെയ്തത് തന്നെ ശ്രേയാണ്, ഇങ്ങനെ വേണം എന്നുള്ളത്. എന്നിട്ട് ചേച്ചിയുടെ ഫ്രണ്ടാണ് ഇത് ചെയ്തു കൊടുത്തതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും കറക്റ്റ് എന്തായാലും ഒരു കറക്റ്റായിട്ട് എല്ലാവർക്കും കിട്ടി. ഈ പറഞ്ഞ പോലെ ലൂസായാലും കുഴപ്പമില്ല, ടൈറ്റ് ആകുമ്പോഴാണല്ലോ പ്രശ്നം. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് സൈസിനെല്ലാം കറക്റ്റായിട്ട് കിട്ടി. കാരണം ഞങ്ങൾ UK ഇരുന്നുകൊണ്ടാണ് ഞങ്ങളുടെ സൈസ് വെച്ചിട്ട് അവർ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് ഇത് ഇട്ടേന്ന് മാത്രം. അത് ഇതായിരിക്കും നല്ലൊരു ടൈം തോന്നിയുകൊണ്ട്. പിന്നെ അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു, വയറൊക്കെ നിറച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം നമ്മൾ കളിക്കാനും ഒക്കെ ആയിട്ട് പോയി. കുറേ ഈ പറഞ്ഞ പോലെ വാട്ടർ ആക്ടിവിറ്റീസ് അല്ലാണ്ട് അപ്പുറത്ത് കുറേ ഗെയിംസിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് വെറുതെ നമുക്ക് നടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ബോളൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുണ്ടായിരുന്നു. പപ്പയും മമ്മിയും വന്നിട്ടുണ്ടായിരുന്നില്ല. പപ്പ തീയൊക്കെ അവിടെ ഇങ്ങനെ കത്തിയിരിക്കുമല്ലേ, അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി അവിടെ നിന്നോളാം പറഞ്ഞ് മമ്മിയും വന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വോളിബോളിൻ്റെ ഒരു കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്ന് ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഗെയിം കളിക്കലും നമ്മളവിടെ ഗെയിംസ് കണ്ടിരിക്കലും ഒക്കെ ആയിരുന്നു. കുറച്ചു നേരം അങ്ങനെ അവർ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ ഫുള്ള് കളിക്കാനും ഒക്കെ ആയിട്ട്. ഈ പറഞ്ഞ ടീം ഭയങ്കര പാടായിരുന്നു. ആണുങ്ങളൊരു ടീം പെണ്ണുങ്ങളൊരു ടീം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്നു. സച്ചിനൊക്കെ ബോൾ എത്തുന്നും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ തിരിച്ചും നമ്മളുടെ ആ ഒരു ട്രീ ഹൗസിൻ്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അടുത്ത് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിള്ളേർ ആദ്യം പറഞ്ഞിരുന്ന സാധനം മാഷ്മെലോസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ മാഷ്മെല്ലോ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും ലാസ്റ്റ് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ആക്ച്വലി ഉണ്ടായതുപോലെ അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ മാഷ്മെല്ലോ പ്ലാസ്റ്റിക്കിൽ കുത്തി ഇങ്ങനെ നമ്മൾ കരിയിപ്പിച്ച് കഴിക്കുന്ന പരിപാടിയാണ് അടുത്തത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ബിസ്ക്കറ്റ് കിട്ടി, അതിൻ്റെ ഉള്ളിൽ ഒരു ചോക്ലേറ്റ് പീസ് വെച്ച് അതിൻ്റെ മുകളിൽ മാഷ്മെല്ലോ വെച്ചിട്ടാണ് ഇത്ര ശരിക്കും കഴിക്കുന്നത്. അതെനിക്ക് ആക്ച്വലി അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ വെച്ച് മാഷ്മെല്ലോ ഇങ്ങനെ ഒന്ന് കത്തിച്ചിട്ട് കഴിക്കുക എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് അല്ല, രണ്ടിനും രണ്ടിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. രണ്ട് രീതിയിലും ട്രൈ ചെയ്ത ആൾക്കാരും ഉണ്ടാവുമല്ലോ. പിന്നെ ഇതെനിക്ക് ഭയങ്കര പേടിയുള്ളൊരു സംഭവം ഉണ്ടോ, തീ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ. എന്നാലും പിന്നെ ആ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ പിള്ളേർക്ക് ഇങ്ങനെ സച്ചു ഇങ്ങനെ പേടിച്ച് നിൽക്കണേ, തീ വരുമോ എന്നുള്ള പേടിയിൽ. അതാണ് അവളിങ്ങനെ മാറി മാറി നിൽക്കുന്നത്. പിന്നെ അവളൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടു, നമ്മളാണ് ചെയ്ത് കൊടുത്തു. അവളുടെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ പതുക്കെ ചെയ്ത് കൊടുക്കും, ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡുങ്കുടുവിനെ ചേട്ടനും വന്ന് ഹെൽപ്പ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ സച്ചുവിനാണെങ്കിലും ചേട്ടൻ വന്ന് ഹെൽപ്പ് ചെയ്ത്, അവൾക്ക് അടുത്തേക്ക് പോകാൻ അവൾക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ചേട്ടൻ ചെയ്തു കൊടുത്തിട്ട് പിന്നെ സച്ചുവിന് കയ്യിൽ കൊടുക്കരുത്. പിന്നെ കഴിക്കാൻ പിന്നെ പേടിയുടെ ആവശ്യമില്ലല്ലോ, ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ പിന്നെ വന്നിരുന്ന് കഴിക്കലൊക്കെ ആയിരുന്നു. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഒരു ഇതായിരുന്നു. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റും പിന്നെ അതിൻ്റെ മുകളിൽ മാഷ്മെല്ലോയും വെച്ച് ആ ബിസ്ക്കറ്റ് അടച്ചിട്ടാണ് നമ്മൾ ഇത് കഴിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ വേറെ വേറെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കത്തിച്ച് അതും ചൂടോടുകൂടിയ മാഷ്മെലോസിന് ഈ പറഞ്ഞ പോലെ ചൂടോടുകൂടി കഴിക്കുമ്പോഴും ഒരു ടേസ്റ്റ്. ഞാനിത് ആക്ച്വലി മാഷ്മെല്ലോ വെറുതെ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ കഴിക്കുന്നത്. പിള്ളേർ പിന്നെയും കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ ബാർബിക്യൂ അങ്ങനെ ചെയ്യൽ കുറവായിരുന്നു. അല്ല, കുറവാണെന്നല്ല, ചെയ്തിട്ടില്ല. പിന്നെ പിള്ളേർ ഈ പറഞ്ഞ പോലെ സ്കൂളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വേറെയും കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അവിടെ പോകാമെന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കഴിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പിള്ളേർ എന്താ പറയുക, ഒരു ഗ്യാപ്പ് വിട്ടാണല്ലോ ഫുഡ് ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കുറച്ച് കഴിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഗെയിമൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത് കഴിച്ചു. പിന്നെ ഇവിടെ തന്നെ ഇങ്ങനെ കുട്ടി ഇവിടെ ചെറിയ സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇങ്ങനെ
അതിങ്ങനെ സാക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് അതിന് ഹോളിലേക്ക് ഇടുന്ന രീതിയിൽ. അപ്പോൾ പിള്ളേർ അതൊക്കെ കുറേ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് നേരം അങ്ങനെ അവിടെ നിന്ന് തന്നെ കളിക്കുക. എല്ലാവരും കഴിച്ചൊക്കെ കഴിയുന്നവരെയും അവിടേക്ക് ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് നിന്നു. അതെല്ലാം കഴിയുന്നവരെയും കൂടി ഇങ്ങനെ കളിച്ച് ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ പിന്നെ അടുത്ത സ്ഥലത്തോട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ചേട്ടനും സച്ചു ആണെങ്കിൽ ഇങ്ങനെ ഞാൻ പറയും ടോം ആൻഡ് ജെറി പോലെയാണ്. ചേട്ടൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവളിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, സച്ചു എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും ചേട്ടനും അവളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ടോം ആൻഡ് ജെറി ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ കുറേ ഇങ്ങനെ കുട്ടി കുട്ടി ആക്ടിവിറ്റീസ് ഉള്ളൊരു ഗെയിം ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പിന്നെ നമ്മൾ വന്നു കേട്ടോ. അവിടെ എല്ലാ പരിപാടിയും തീർത്തതിന് ശേഷം അവിടെ വന്നു. കുറേ നേരം ഇങ്ങനെ ഗെയിംസ് ഒക്കെ കളിച്ച് എല്ലാവരും അങ്ങനെ മാറി മാറി ഗെയിമൊക്കെ കളിച്ച് അതൊരു നല്ല ഇതായിരുന്നു. ഈ പറഞ്ഞ പോലെ നമുക്ക് ഇത് ആക്ച്വലി US-ലുള്ള ലാസ്റ്റ് ഡേ ആണ്. നമ്മൾ പിറ്റേ ദിവസം പോകും. അപ്പോൾ അതിൻ്റെ പിന്നെ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും ഡുങ്കുടു ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ളൊരു ആളാട്ടോ. അപ്പോൾ അവളിങ്ങനെ പതുക്കെ കരച്ചിലും അയ്യോ നാളെ പോവാണോ എന്നൊക്കെ പറഞ്ഞുള്ള പക്ഷെ സച്ചു എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ടൈപ്പാണ്. സച്ചു പറഞ്ഞാൽ എന്തിനപ്പോൾ കരയാനുള്ളത്, ഇനിയും വരാലോ, അവർക്ക് അങ്ങോട്ടും വരാലോ, അങ്ങനെ ഒരു ടൈപ്പാണ് സച്ചു. പക്ഷെ ഡുങ്കുടു ഭയങ്കര നേരെ തിരിച്ചാ. അതിപ്പോൾ നാട്ടിൽ പോയ സമയത്തും അവൾ അങ്ങനെയായിരുന്നു, അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ സച്ചു ആണെങ്കിൽ ആ സമയത്ത് ചോദിച്ചാൽ ഇതിപ്പോൾ എന്തിനാ കരയാനുള്ളത്, നമ്മൾ അവർക്ക് അങ്ങോട്ടും വന്നൂടെ എന്ന് ചോദിച്ചു. അപ്പം അത്ര ഈസി അല്ല എന്ന് പറഞ്ഞപ്പോൾ അവൾ പറയുന്നത് നമുക്ക് അങ്ങോട്ട് പോകാന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങോട്ടും വരാലോ, അതാണ് അവളുടെ ഒരു രീതി. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഗെയിമിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ കിടന്നുറങ്ങി. ഇതാ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ചെക്കൗട്ടാണ്. ചെക്കൗട്ട് മാത്രമല്ല, നമുക്ക് പാക്ക് ചെയ്ത് നമ്മൾ ഇന്ന് നേരെ എയർപോർട്ടിലോട്ട് പോവുകയാണ്. നമ്മൾ തിരിച്ച് UK-ലോട്ട് വരികയാണ്. അപ്പം ഇങ്ങനെ അങ്ങനെ ഒരു അടിപൊളി സമ്മർ വെക്കേഷൻ ഇതോടുകൂടി അങ്ങനെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 2 hours ജേർണി ഉണ്ടായിരുന്നു. 2 hours ജേർണിയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റിൽ വെച്ചിട്ട് എത്രമാത്രം നല്ല ഫുഡ് കിട്ടും എന്നുള്ളതൊക്കെ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണല്ലോ. കാരണം ഇങ്ങോട്ട് വരുന്ന സമയത്ത് സച്ചുവിന് അവിടുത്തെ ഫുഡ്, ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ഫുഡൊന്നും അങ്ങനെ അത്ര പിടിക്കാണ്ട് അവൾ അത്ര കഴിക്കാത്തതുകൊണ്ടും എല്ലാം നല്ല ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതാണ് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് പോകാന്നൊക്കെ പറഞ്ഞ് നല്ല എന്താ പറയുക നമ്മുടെ മലയാളി ഫുഡ് തന്നെയാണ് കഴിച്ചത് കേട്ടോ. മലയാളി ഫുഡൊക്കെ വാങ്ങി കഴിച്ച് വയറ് നിറച്ചിട്ട് പിള്ളേരാണെങ്കിൽ വയറൊക്കെ നിറച്ചതിന് ശേഷമാണ് നമ്മളങ്ങനെ എയർപോർട്ടിൽ വന്നെത്തിയത്. പിന്നെ അറിയാലോ ഈ പറഞ്ഞ പോലെ യാത്രയപ്പ് എന്ന് പറയുന്നത് അത്ര വലിയ സുഖമുള്ള ഏർപ്പാടല്ല. അത് കാരണം അങ്ങനത്തെ വീഡിയോസൊന്നും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫ്ലൈറ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നല്ല ടൈമിങ്ങിനായിരുന്നു. കറക്റ്റായിട്ട് നമുക്കെല്ലാം നല്ല രീതിയിൽ നടന്നു. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് UK-ലോട്ട് എത്തിയിട്ടുണ്ട്. UK-യിൽ എത്തി പിന്നെ പെട്ടെന്ന് തന്നെ അതും നമ്മുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫുഡൊക്കെ അവിടെ കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഫുഡൊക്കെ കാരണം കഴിച്ചൊക്കെ കഴിഞ്ഞ് ഒന്ന് നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം എഴുന്നേറ്റതിന് ശേഷമാണ് ഈ വീഡിയോ എടുത്ത് അവസാനിപ്പിക്കണമല്ലോ എന്ന് ആലോചിച്ച് എഴുന്നേറ്റൊക്കെ കഴിഞ്ഞ ശേഷം വൈകുന്നേരം ആയിട്ടോ. അപ്പോൾ ആ സമയത്താണ് പല്ലൊക്കെ തേക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.